എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ കേര ഫെഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. താൽക്കാലിക നിയമനമാണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കേര ഫെഡിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് സെയിൽസ് പ്രൊമോട്ടേഴ്സ് ആണ്. താൽക്കാലിക നിയമനമാണ്. ജോലി വരുന്നത് കൊല്ലം, കരുനാഗപ്പള്ളി റീജിയൺസിലായിരിക്കും. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 20,000 രൂപയാണ്. കൂടാതെ ഡെയിലി അലവൻസ് 200 രൂപ കൂടി ലഭിക്കുന്നതാണ്. ജോലി വരുന്നത് ടെമ്പററി ആയിട്ടാണ്. ഈ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കേര പ്രൊഡക്ട്സിൻ്റെ സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ കൊല്ലം, കരുനാഗപ്പള്ളി റീജിയണിൽ കേര പ്രൊഡക്ട്സിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ജോലി വരുന്നത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കേര പ്രൊഡക്ട്സിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഈ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത്. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽഡ് റെസ്യൂമെ, കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്നിവയും കൂടി ചേർത്ത് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 3 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് ദ മാനേജിംഗ് ഡയറക്ടർ, കേര ഫെഡ്, ഹെഡ് ഓഫീസ്, കേര ടവർ, വെള്ളയമ്പലം, വികാസ് ഭവൻ PO, തിരുവനന്തപുരം. ഈ അഡ്രസ്സിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. contact@kerafed.com മെയിലിലും അയക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ റെസ്യൂമെ, കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്നിവ അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കേര ഫെഡിൽ താൽക്കാലിക ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.